ഈ ആകാശ് തില്ലങ്കേരിയെ പി ജയരാജന് പേടിയാണ്, പാർട്ടിക്ക് പേടിയാണ്, പിണറായിക്ക് പേടിയാണ്, കണ്ണൂരിലെ സകല സഖാക്കൾക്കും പേടിയാണ് എന്നൊക്കെ ആയിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ആക്ഷേപം. അങ്ങനെയൊന്നുമല്ല. ആകാശ് തില്ലങ്കേരി അല്ല, അതിനപ്പുറത്തെ ക്രിമിനൽ ആയാലും തള്ളിപ്പറയും എന്ന് തെളിയിക്കാനുള്ള ഒരാർജവം അവിടെ പാർട്ടി കാണിച്ചില്ലേ, പി ജയരാജൻ കാണിച്ചില്ലേ? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകാശ് തില്ലങ്കരി പാർട്ടിയെ തള്ളിപ്പറഞ്ഞു തുടങ്ങി. ആകാശ് തില്ലങ്കരി പാർട്ടിയിലുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടാൻ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് CPM-ന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ പരസ്യമായി ആകാശ് തില്ലങ്കരിയെ തള്ളിപ്പറയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഷുഹൈബ് വധക്കേസിൽ ആകാശ് തില്ലങ്കരി അറസ്റ്റിലാകുന്ന സമയം, ജയിലിൽ കിടക്കുന്ന സമയം എത്രത്തോളം CPM ആകാശ് തില്ലങ്കരിക്കും കൂട്ടർക്കും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആകാശ് തില്ലങ്കരിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുമായി ജയിലിൽ വെച്ച് സംഗമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരുന്നു അവിടുത്തെ പാർട്ടി പ്രവർത്തകരും പോലീസും ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന, തങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇവർ ഇന്ന് കൊട്ടേഷ സംഘത്തലവൻ എന്ന് പറയുന്ന ഈ പറയുന്ന ആകാശ് തില്ലങ്കരി. ഇത് CPM-ന്റെ പോയി കാണുന്നതിൽ എന്താണ് തെറ്റ് ശ്രീ അജീസ്? ജയിലിൽ വെച്ച് നമുക്കിപ്പോൾ ഒരു ജയിലിൽ കിടക്കുന്ന ഒരാളിനെ ആർക്കും പോയി കാണാമല്ലോ, ബന്ധുക്കൾ പോയി കാണാം, സുഹൃത്തുക്കൾക്ക് പോയി കാണാം, അങ്ങനെ ആർക്കും പോയി കാണാമല്ലോ. അതിലെന്താ പ്രശ്നം? അവിടെയാണ് CPM-ന് ഇതിൽ പങ്കില്ല, തങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന CPM അവരുടെ മുൻകാലത്തെ ചെയ്തികൾ തന്നെയാണ് അവരെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഈ കേസിന് വേണ്ടി എത്രത്തോളം പണം മുടക്കിയെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു. ഈ കേസിന് വേണ്ടി സുപ്രീം കോടതിയിൽ അടക്കം പോകുവാണ്. ഈ പറയുന്ന ഷുഹൈബിന്റെ മാതാപിതാക്കളുടെ ഹർജിയെ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ആ ഹർജിക്ക് അവർക്ക് നീതി നടത്തി കൊടുക്കാതിരിക്കുവാനായി ഈ സംസ്ഥാന സർക്കാർ, CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എത്രത്തോളം പണം മുടക്കി, എത്ര അഭിഭാഷകരെ കൊണ്ടുവന്നു, ആരെ രക്ഷിക്കുവാൻ, ആരുടെ മുഖം രക്ഷിക്കുവാൻ, ആരെ സംരക്ഷിക്കുവാനായിട്ടാണ് CPM ചെയ്തത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇക്കാര്യത്തിൽ CPM-ന് അമളി സംഭവിച്ചിരിക്കുന്നു. തങ്ങളുടെ കയ്യിൽ നിന്നും ആയുധം തങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. ഈ ആയുധം തങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ഈ ആയുധം തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയിരിക്കുന്നു. അത് മനസ്സിലാക്കിയ CPM ഇപ്പോൾ പ്രതിരോധിക്കുവാനുള്ള തത്രപ്പാടിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPM-ന്റെ അല്ലെങ്കിൽ DYFI-യുടെ സാധാരണ രീതിയിൽ വരുന്ന ഒരു ലോക്കൽ ഗുണ്ടയായ ആകാശ് തില്ലങ്കരിയെ തള്ളി പറയുവാൻ ഇത്ര വലിയ പൊതുയോഗവും ഇത്ര വലിയ ഗോളാന്തര പ്രാധാന്യവും കൊടുത്ത് CPM മുന്നോട്ട് പോയിരിക്കുന്നത്. പി ജയരാജൻ ഇതിൽ പെട്ടിരിക്കുകയാണ്. പാർട്ടിയിലെ തന്നെ ശത്രുക്കൾ EP ജയരാജൻ, നമുക്കറിയാം, റിസോർട്ട് വിവാദത്തിൽ EP ജയരാജന് എതിരെ സംസ്ഥാന സമിതിയിൽ ആരോപണം ഉന്നയിച്ച പി ജയരാജനെ, ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിൽ ഈ പി ജയരാജനെ പെടുത്തുവാനായി CPM-ൽ തന്നെ നീക്കമുണ്ട്. അദ്ദേഹത്തിനെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ നീക്കമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പി ജയരാജൻ അവിടെ പാഞ്ഞെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കുവാനായി പി ജയരാജൻ തയ്യാറായിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആകാശ് തില്ലങ്കരി മാത്രമല്ല, പി ജയരാജൻ പോറ്റി വളർത്തിയ ഇത്തരത്തിലുള്ള നിരവധി ക്രിമിനലുകളുണ്ട്. ഈ ക്രിമിനലുകളെയൊക്കെ അവർ പാർട്ടിക്ക് വിധേയരായി നിൽക്കുന്നുണ്ടെങ്കിൽ പാർട്ടി സംരക്ഷിക്കും. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ കൃമാണി മനോജ് അടക്കം, ഷാഫി അടക്കമുള്ള മറ്റുള്ളവരെയെല്ലാം അവർ പാർട്ടിക്ക് വിധേയരായി നിന്നപ്പോൾ അവർക്ക് കവചമൊരുക്കി, മുടക്കോഴിമലയിൽ അവർക്ക് സംരക്ഷണം ഒരുക്കി. അവർ കേസിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ട പണം ഒരുക്കി കൊടുത്തു, അവർക്ക് വേണ്ട നിയമസഹായം ഒരുക്കി കൊടുത്തു. ഈ ഷാഫി എന്ന് പറയുന്ന ക്രിമിനൽ, കൊട്ടേഷൻ സംഘാംഗമായ ക്രിമിനലിന്റെ വിവാഹം നടത്തി കൊടുത്തത് ഇന്ന് നിയമസഭാ സ്പീക്കർ ആയിരിക്കുന്ന തലശ്ശേരി MLA NM ഷംസീർ ആ വിവാഹത്തിന് പോയി നിൽക്കുന്നത് നമ്മൾ കണ്ടു. CPM-ന് ഒരിക്കലും ഡോക്ടർ അജീസ് അങ്ങ് ചരിത്രം ഓർമ്മിപ്പിക്കുമ്പോഴാണ്, ഇപ്പോൾ TP ചന്ദ്രശേഖരനിലേക്കൊക്കെ പോകുമ്പോഴാണ് മറു ചോദ്യം വരുന്നത്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ട ചോദ്യം അതാണോ എന്നൊക്കെ അങ്ങ് ചോദിക്കാം. പക്ഷേ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കൊലപാതകം സംഭവിച്ചാൽ ആ രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ ഏത് പാർട്ടിയും സംരക്ഷിക്കാറില്ലേ? അതിപ്പോൾ CPM മാത്രമാണോ? അത് BJP ചെയ്യാറില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യാറില്ലേ? ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ പ്രതികളെ കൊടുക്കുന്ന പരിപാടികൾ, ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം, ഇത്തരത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ, നേരിട്ട് കൊട്ടേഷൻ എടുക്കുന്ന രീതിയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പോകുന്നിടത്ത് ഉള്ള അപകടം സ്വാഭാവികമായും അങ്ങ് കാണിക്കുമ്പോൾ അത് മനസ്സിലാകും. പക്ഷെ അതിനപ്പുറത്ത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുകയും അവിടെ ഇത്തരത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് സംരക്ഷണം ഒരുക്കുകയും അവർക്ക് സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്
അത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ, അത് നടക്കുന്ന കാര്യം തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, CPM ഒരു ക്രിമിനൽ സംഘമാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ, CPM കൊട്ടേഷൻ മാഫിയകളുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങളൊക്കെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് വരുന്നവരാണ്. സ്കൂൾ തലം മുതൽ കോളേജ് തലം മുതൽ ഞങ്ങളൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവിടെയൊക്കെ CPM കാലാകാലങ്ങളിൽ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിക്കാറുണ്ട്. നേരിട്ട് അനുഭവമുള്ളവരാണ് ഞങ്ങളൊക്കെ. കോളേജുകളിലാണെങ്കിലും നമ്മുടെ തെരുവുകളിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രതിയോഗികളെ നേരിടുവാൻ അവർ ക്രിമിനൽ സംഘങ്ങളെ, ലഹരി സംഘങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ഈ പറയുന്ന ആകാശ് തില്ലങ്കരി ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലുമൊക്കെ ആരുടെയും സഹായമില്ലാതെ ഒരിക്കലും വളരാൻ സാധിക്കില്ല. കണ്ണൂര് CPM കൃത്യമായ സംരക്ഷണം ആകാശ് തില്ലങ്കരിയെ പോലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റൊരാളുടെ പേര് കേട്ടിട്ടുണ്ട്, അർജുൻ ആയങ്കി. ആരാണ് ഈ ആയങ്കിമാരും തില്ലങ്കരിമാരും ഒക്കെ? ആരുടെ സംരക്ഷണമാണ്, ആരുടെ സഹായമാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? ഇവരൊക്കെ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘാംഗങ്ങൾ, സ്വർണ്ണ കള്ളക്കടത്തുകാർ, ലഹരി മാഫിയയുടെ വക്താക്കൾ. ഇവരെ CPM സംരക്ഷിക്കുന്നു. അവരെ കാലാകാലങ്ങളിൽ പ്രതിയോഗികളെ അപായപ്പെടുത്തുവാൻ, പ്രതിയോഗികളെ ഒതുക്കുവാനായി അവരെ CPM ഉപയോഗപ്പെടുത്തുന്നു. എപ്പോഴെങ്കിലും തങ്ങളുടെ കയ്യിൽ നിന്നും തങ്ങളുടെ നിയന്ത്രണത്തിൽ അവർ നിൽക്കാതെ വരുമ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയുകയോ, അല്ലെങ്കിൽ അവരെ, കഴിഞ്ഞ ദിവസം ഈ ആകാശ് തില്ലങ്കരിയുടെ സുഹൃത്ത് പറഞ്ഞു, എന്താ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ജീവൻ ഏതു സമയത്തും അപായപ്പെടാം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ണൂർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ തങ്ങളെ സഹായിക്കുന്ന നിലപാടാണെന്നുണ്ടെങ്കിൽ അവരെ എത്രത്തോളം സംരക്ഷിക്കാമോ അത്രത്തോളം സംരക്ഷിക്കുകയും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ ആകാശ് തില്ലങ്കരി തന്നെ പറഞ്ഞു, തന്നെ സംരക്ഷിക്കേണ്ടിടത്ത് സംരക്ഷിക്കാതെ വരികയും ആഹ്വാനം കൊടുത്തവർ സഹകരണ ബാങ്കുകളിൽ ജോലി കിട്ടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. CPM ഭിന്നത, CPM ഭിന്നതയില്ലെന്ന് പറയേണ്ട, CPM ഭിന്നതയുണ്ട്. ആ ഭിന്നതയുടെ ഭാഗമായിട്ടാണ് ആകാശ് തില്ലങ്കരി ഒരു മുറിവേറ്റ മനസ്സോടുകൂടി ആകാശ് തില്ലങ്കരി ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആ തുറന്നു പറച്ചിൽ അത് നാളുകളിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും അടക്കമുള്ള നേതൃത്വം അറിഞ്ഞുകൊണ്ട് കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരു ഡാമേജ് റിപ്പയറിംഗ് മെക്കാനിസം ഇവർ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡാമേജ് റിപ്പയറിംഗ് മെക്കാനിസം, ഇന്ന് P ജയരാജന്റെ പ്രസംഗം അത് മുഴുവൻ ഞാൻ ഇന്ന് TV ലൈവായി കേട്ടു. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ CPM നേതാക്കന്മാരുടെ അവരുടെ ത്യാഗസമ്പൂർണതയെ കുറിച്ചൊക്കെ പറയുകയാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ അതല്ല വിഷയം. ഇന്ന് CPM എത്തിപ്പെട്ട് നിൽക്കുന്ന ഈ പറയുന്ന വലിയ ഒരു ആപത്ത്, അത് P ജയരാജൻ അവിടെ അഡ്രസ് ചെയ്യുന്നില്ല. ഇന്ന് ഇവർക്ക് വേണ്ടി പ്രതിരോധം ഒരുക്കുവാനായി P ജയരാജൻ ഇത്ര സമയം, തീർച്ചയായും CPM എത്തി നിൽക്കുന്ന പ്രതിസന്ധിയോ CPM നേരിടുന്ന അത്യാപത്തോ പറയാനല്ല ഇന്നത്തെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ P ജയരാജൻ വന്നത് എന്ന് അങ്ങേക്കും അറിയാമല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരുന്നു. എബി ജോൺ, ഈ പ്രസംഗത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ P ജയരാജൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം കോൺഗ്രസ് ആയിരുന്നു, BJPയും അതുപോലെ, പക്ഷേ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങളുമായി വന്നത്. ആകാശ് തില്ലങ്കേരിയെ CPM നേതാക്കൾക്ക് പേടിയാണ് എന്ന നിലയിൽ. പക്ഷേ അവിടെ